എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. ഇതിനോടൊപ്പം ഉള്ളത് ആക്ട്രസ്സാണ്, സിംഗറാണ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്, മുൻ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആണ്, ഒരു സകലകലാ വല്ലഭിയാണ്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാർ. ബിഗ് ബോസിൽ കണ്ട നാൾ മുതൽ ഞാൻ ആഗ്രഹിച്ചതും അല്ലെങ്കിൽ ഞാൻ കണ്ടതുമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ബിഗ് ബോസിൽ ഒരു അമ്മ അവർക്ക് എങ്ങനെയാണോ അതുപോലെ കേട്ടോ നേരിട്ടും. എന്നിട്ട് ചേച്ചി എന്തോ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നേ? അയ്യോ എന്തുവാ ഈ നടക്കുന്നത്? എന്തുവാ ഒന്നും പറയണ്ട. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ഈ പണ്ട് മുതൽക്ക് തന്നെ മലയാള സിനിമയിലോട്ട് ഒരു പെൺകുട്ടിയെ വിടാൻ വീട്ടുകാർക്ക് പേടിയുണ്ടോ? അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ ഓൾറെഡി ഒരു എന്താ പറയാ ദുർവ്യാഖ്യാനങ്ങൾ ഈ ഒരു മേഖലയെ കുറിച്ച് പൊതുവേ ഉണ്ട്. മേഖലയെ കുറിച്ച് പ്രത്യേകിച്ച് ഇപ്പൊ എല്ലാ മേഖലയിലും സ്ത്രീകളെ സംബന്ധിച്ച് സുരക്ഷിതരാണോ എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. ഇപ്പോഴും കുടുംബങ്ങളിൽ പോലും സുരക്ഷിതരല്ല. 100% ഞാൻ യോജിക്കുന്നു. ഇപ്പം ഞാനാണെങ്കിൽ പോലും മനസ്സിലാക്കുന്നത്, ഒരു സിനിമ നടന്റെ തെറ്റ് ചെയ്യാത്തൊരു സിനിമ നടന്റെ പേരും ചരിത്രവും വന്ന് നാളെ നിയമം തെറ്റുകാരനല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ചേച്ചി? ഒരു കാര്യമില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ കൈവിട്ടുപോയ ആയുധവും വാവിട്ടുപോയ വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കൈവിട്ട ആയുധം, വാവിട്ട വാക്ക് രണ്ടും തിരിച്ചെടുക്കാനാവില്ല. ഓർക്കണം, ഓർത്താൽ നന്ന്. ചേച്ചി, നമ്മളിനി തിരിച്ച് ഹേമ കമ്മിറ്റിയിലോട്ട് വരുന്ന സമയത്ത്, ഇന്ന് കേസായിട്ട് വന്ന നടന്മാരുടെ ചിത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. ആ വന്നവർ ആരുമായിട്ടേലും ചേച്ചിക്ക് പരിചയങ്ങളുണ്ടോ? എടി പെണ്ണേ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ കേസിൽ വന്നിട്ടുള്ള എല്ലാ ആൾക്കാരുമായിട്ടും എനിക്ക് പരിചയമുള്ളതാണ്. പക്ഷേ എനിക്കങ്ങനെ ഒരു അനുഭവം, അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് ഞാനായിട്ട് എത്തിപ്പെട്ടിട്ടുമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം എനിക്ക് വന്നിട്ടുമില്ല. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ അനുഭവിച്ച ആൾക്കാർ അവരുടെ എക്സ്പീരിയൻസ് പറയുമ്പോൾ അതിന് ഞാൻ നിഷേധിക്കുന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ അവരവരുടെ അനുഭവങ്ങൾ അവരവർക്കേ അറിയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ചേച്ചി ഇപ്പം വാതിലുകൾ മുട്ടുന്ന കാലഘട്ടമല്ലേ? അപ്പം ചേച്ചി തന്നെ ഇൻ്റർവ്യൂ പറയുകയുണ്ടായി, എനിക്കാണെങ്കിൽ പോലും പല അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് പറയുകയുണ്ടായി. ഇത്ര അമേരിക്കയിലും ഇത്ര സ്റ്റേജ് പ്രോഗ്രാമും ചെയ്യുന്ന മനീഷ എന്ന ആക്ട്രസിന് എപ്പോഴെങ്കിലും മുട്ടിയ വാതിലുകൾ അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ? അതായത് ചേച്ചി തന്നെ പറയുകയുണ്ടായി, അമേരിക്കയാണെങ്കിൽ പല സ്റ്റേജ് പ്രോഗ്രാമിലും അറ്റൻഡ് ചെയ്തു, നല്ല നല്ല ബന്ധങ്ങൾ ചേച്ചിക്കുണ്ട്. എന്നിരുന്നാലും കാലഘട്ടത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ ചേച്ചിക്ക് പറ്റാത്തതുകൊണ്ട് പല അവസരങ്ങളും നഷ്ടമായിട്ടുണ്ട്. അപ്പൊ ഈ മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്ത് ചോദിക്കുക, ആരെങ്കിലും മുട്ടിയപ്പം ചേച്ചിയുടെ നിലനിൽപ്പിനും ചേച്ചിയുടെ അവസരത്തിനും വേണ്ടി ചേച്ചി തുറന്നു കൊടുത്തിട്ടുണ്ടോ? എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് ചോദിക്കുന്നത് അല്ല, ചേച്ചി തന്നെ പറഞ്ഞല്ലോ എക്സ്പീരിയൻസ്ഡ് ആണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അജിനെ എന്നെ അറിയാവുന്ന ആളല്ലേ നീ? അല്ലേ? എന്നെ നന്നായിട്ട് അറിയാവുന്ന ആളല്ലേ? അതെ. അപ്പൊ ഇങ്ങനത്തെ ഒരു ചോദ്യം ന്യായമായിട്ടുള്ള ഒരു ചോദ്യമാണോ അജിനെ? 100% ഞാൻ യോജിക്കുന്നു. അല്ലേ ചേച്ചി, അവസരത്തിന് വേണ്ടി തുറന്നു വരാനാണെങ്കിൽ ഞാനിപ്പോ ഇന്ന് ഒരു 100ാമത്തെ സിനിമ ഞാനിപ്പോ ഇവിടെ ആഘോഷിച്ചേനെ. എന്ത് ഊളം ചോദ്യങ്ങളാണോ താൻ ചോദിക്കുന്നത്? ഇത്രയും ദേഷ്യപ്പെടാനല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇത്ര എക്സ്പീരിയൻസ് ചേച്ചിക്കുണ്ട്. മുട്ടുമ്പോ തുറക്കുന്നതാണോ എക്സ്പീരിയൻസ്? ആണോ? എല്ലാവരുടെ എക്സ്പീരിയൻസ് അതാണോ? അങ്ങനെയാണെങ്കിൽ അവസരങ്ങളില്ലാതെ മനീഷ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ഇവിടെ ഇരിക്കത്തില്ല. മനസ്സിലായോ? ഈ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടിരുത്തുമ്പോ നിങ്ങളുടെ മാധ്യമങ്ങൾക്ക്, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, പ്രത്യേകിച്ച് നിനക്ക് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന കുറച്ച് കൂടുതലാണ്. അത് വൈറൽ ആവാനാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയുമോടാ നാറി? നീ ഷണ്ടനാടാ, ഷണ്ടൻ, പരമച്ചറ്റ ഷണ്ടൻ. അല്ല ഞാൻ ചോദിക്കുന്നത്, അപ്പൊ ചേച്ചി പറയുന്നത് അവസരങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ലെങ്കിൽ ഇല്ലെന്നങ്ങ് പറഞ്ഞാ പോരെ? അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ അജിനെ, പ്രത്യേകിച്ച് നിന്നെ പോലുള്ള ഒരാളുടെ അടുത്ത്.
ഇല്ലേ? നമ്മൾ തമ്മിൽ മുൻ പരിചയമുള്ള ആൾക്കാരാണ്, നമ്മൾ തമ്മിൽ വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇങ്ങനെ ഒരു അലിഗേഷന്റെ അപ്പുറത്ത് നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് അമ്മയെടുത്ത് ചോദിക്കോ ഇങ്ങനെ? വീട്ടിൽ പോയിട്ട് പെങ്ങളെടുത്ത് ചോദിക്കോ ഇങ്ങനെ? എന്താടോ നന്നാവാത്ത? എൻ്റെ പെങ്ങളും അമ്മയും ഒന്നും സിനിമയിലില്ല. സിനിമയിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും സ്ത്രീയാണോ? എൻ്റെ വീട്ടുകാർ സിനിമയിലില്ല. ഞാൻ ചോദിക്കുന്നത് സ്ത്രീകളാണോ? ഞാൻ ചോദിക്കുന്ന മനീഷ എന്ന് പറയുന്ന അമ്മയോടല്ല, ഞാന് മനീഷ എന്ന ആക്ട്രസിനോടെ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. അടിപൊളി. എക്സ്ക്യൂസ് മീ, ഇവിടെ ഇരിക്കുന്ന മനീഷ എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ്, ഒരു അഭിനേത്രി മാത്രമല്ല. ഇപ്പൊ നേരത്തെ അഭിനേത്രി ആയതുകൊണ്ടാണല്ലോ ഇവിടെ ഞാൻ കൊണ്ടിരുത്തിയത്. അല്ല, മൾട്ടി ടാലന്റഡ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഗായികയാവാലോ, അല്ലെങ്കിൽ ഞാൻ ഒരു പെയിന്റർ ആവാലോ, ഞാനൊരു എഴുത്തുകാരി ആവാലോ. അതോടൊപ്പം തന്നെ ഞാനൊരു സ്ത്രീയാണ്. ആ ബഹുമാനം കാണിക്കേണ്ടത് ഒരു ആങ്കർ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ ബാധ്യതയാണ്, അല്ലെ? അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യത്തിന് തെറ്റ്. ചോദ്യത്തിൽ ഉറപ്പായിട്ട് തെറ്റാണ്. നിങ്ങൾ നോക്കി കണ്ടു ആൾക്കാരോട് ചോദിക്കും. ചോദ്യം മാറ്റാം. ഓക്കെ, എന്ത് ചോദ്യം മാറ്റാം? ഞാനൊന്നുമില്ല, കഴിഞ്ഞു, അവസാനിച്ചു, മതിയായി. നിങ്ങൾ ഒരുമാതിരി ഊളത്തരം ചോദ്യം ചോദിച്ചിട്ടാണോ ഇവിടെ കൊണ്ടുവന്നിരുത്തേണ്ടത്? കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ.